പ്രോസസ് ഈസ് പണിഷ്മെന്റ് നിലയിലായിരുന്നില്ലേ ഈ കേസും അന്വേഷിച്ചത്? ക്രൂരമായ മർദ്ദനം, അപഹാസ്യത, ഈ ഒരു മനുഷ്യനെ എത്രത്തോളം റെഡിക്യൂൾ ചെയ്യാമോ അത്രത്തോളം അപഹാസ്യനാക്കി അദ്ദേഹത്തെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ആ മനുഷ്യൻ അന്വേഷണത്തോട് സഹകരിച്ചു. പക്ഷേ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇഡിക്കെതിരെ ഒരു ലോക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന തെക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി കേരളം മാറുന്ന സാഹചര്യം ഉണ്ടായി. ഒടുവിൽ ഇഡിക്ക് ആകെ പറയാനുള്ളത് ഒരു 50 ലക്ഷം രൂപയുടെ കണക്കായിരുന്നു. ആ 50 ലക്ഷം രൂപയുടെ കണക്കിന് വ്യക്തമായ സൂചനകൾ കൊടുത്തു. അത് മറ്റൊരു പ്രതി ഈ സതീശൻ്റെ മകൾക്ക് MBBS പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പണം 20 ലക്ഷം രൂപയുടെ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഇഡി കൊണ്ടുവന്ന് എല്ലാ തെളിവുകളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ആകെ ഈ PR അരവിന്ദാക്ഷന് കിട്ടിയ മർദ്ദനം മാത്രമാണ് ബാക്കിയാവുന്നത് എന്നാണ് CPMന്റെ വാദം. ഉല്ലാസ്, CPMന് അങ്ങനെയല്ലേ ബാധിക്കാൻ സാധിക്കും? നോക്കൂ, ഈ CPMൻ്റെ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു. അരവിന്ദാക്ഷൻ പറഞ്ഞ കാര്യങ്ങളല്ലേ. എൻ്റെ അരുൺകുമാർ, ഞാൻ ഈ തൃശ്ശൂർ താമസിക്കുന്നത്. ഇപ്പോൾ ഈ നിങ്ങളുടെ ജാമ്യം കിട്ടിയിട്ടുള്ള അരവിന്ദാക്ഷനുള്ള വടക്കാഞ്ചേരി മണ്ഡലത്തിൽ എൻ്റെ നിയോജക മണ്ഡലം വടക്കാഞ്ചേരി. ഈ സതീശൻ താമസിച്ചിടത്തും ഈ അരവിന്ദാക്ഷൻ താമസിച്ചിടത്തും ഒക്കെ അടങ്ങുന്ന വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലാണ് ഞാനും താമസിക്കുന്നത്. അപ്പോൾ ഈ കരുവന്നൂർ തൃശ്ശൂർ ജില്ലയിലാണ്. എൻ്റെ അരുൺകുമാർ, വക്കീൽ അരുൺകുമാർ, CPMൻ്റെ പ്രതിനിധി. നിങ്ങൾ ഈ കരുവന്നൂർ ഈ വിഷയങ്ങളുണ്ടായിട്ട് ഇത്രയും തട്ടിപ്പും കാര്യങ്ങളും അതിൻ്റെ അകത്ത് സകലവിധ തെമ്മാടിത്തരങ്ങളും നടന്നിട്ട് നിങ്ങളുടെ നേതാക്കന്മാരെ അടക്കം, നിങ്ങളുടെ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളടക്കം നിങ്ങൾ പലതും മാറ്റി നിർത്തിയതടക്കമുള്ള കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്നറിയാം? കരുവന്നൂർ കള്ളത്തരം നടന്നിട്ടുണ്ടെന്ന, കരുവന്നൂരിൽ സൂത്രക്കെട്ട് നടന്നിട്ടുണ്ടെന്ന, കരുവന്നൂർ അഴിമതി നടന്നിട്ടുണ്ടെന്ന, അവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് 100% നിങ്ങൾ ചതി നടത്തി എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ആളുകളടക്കം സമ്മതിക്കുന്ന വിഷയമാണ്. പിന്നെ അകത്ത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ജാമ്യം കിട്ടി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് ഒരു ഫൈനൽ ഡിസിഷൻ അല്ല അരുൺകുമാർ. അത് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾക്കും അതിനകത്ത് അറിയാം. പിന്നെ സ്വാഭാവികമായിട്ട് ആ അന്വേഷണത്തിൻ്റെ അവിടെ എന്തൊക്കെ നടന്നു, ഏതൊക്കെ നടന്നു എന്ന് എനിക്കറിയില്ല. ഈ അരുൺകുമാറിനെ അത് നേരിട്ട് കണ്ടു അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. സോ ഈ രാഷ്ട്രീയമായിട്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഒപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സമൂഹത്തിനെ 100% ചതിച്ച കോടതിയുടെ ഇന്നത്തെ വിധിയുടെ 26ാമത്തെ രാഷ്ട്രീയമായി നീക്കുക എന്നുള്ളത് കുറ്റം ചെയ്തതായി തെളിയിക്കാൻ മതിയായ രേഖകളില്ല എന്ന് കോടതി പറയുമ്പോൾ, മാത്രവുമല്ല ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതിന് മതിയായ കാരണങ്ങളുണ്ടെന്ന് കോടതി വിശ്വസിക്കുന്നു. അപ്പോൾ ഇഡിയുടെ കയ്യിൽ ഒന്നുമില്ല. രണ്ട് കാര്യങ്ങളാണ് അരുൺകുമാർ. ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത്, അന്വേഷണത്തിൻ്റെ വഴി നീങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇൻബിറ്റ്വീൻ നടക്കുന്ന കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ കോടതിക്ക് ഒരു പക്ഷേ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ നോക്കൂ, അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രമതി എന്ന ഇല്ലാത്ത ഒരു അമ്മയുടെ അക്കൗണ്ടിലേക്ക് 63 ലക്ഷം രൂപ വന്നു എന്ന് ഈ ഇഡി ആദ്യം ഒരു കംപ്ലൈൻറ്റ് ഉന്നയിച്ചിരുന്നില്ലേ? അത് ചാർജ് ഷീറ്റിൽ ആദ്യം ഉൾപ്പെടുത്താൻ പോയില്ലേ? പിന്നീട് കൊടുത്ത അന്തിമമായ ചാർജ് ഷീറ്റിൽ ആ ചന്ദ്രമതിയുടെ പേര് ഒഴിവാക്കിയല്ലോ. മാധ്യമങ്ങളെല്ലാം അത് ആഘോഷിച്ചല്ലോ. PR അരവിന്ദാക്ഷൻ്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൗണ്ടിലേക്ക് 63 ലക്ഷം രൂപ വന്നു. ആകെ 90,000 രൂപ മാത്രം വാർഷിക വരുമാനമുള്ള ഒരു കൗൺസിലറുടെ അമ്മയ്ക്ക് എങ്ങനെയാണ് 63 ലക്ഷം രൂപ വരുന്നത് എന്ന് ചോദ്യം നിങ്ങളടക്കം പാടി നടന്നില്ലേ? ഒടുവിൽ നിങ്ങൾക്കടക്കം അത് പിൻവലിക്കേണ്ടി വന്നില്ലേ ഉല്ലാസ്? അപ്പോൾ ചന്ദ്രമതിയുടെ പേരിൽ കള്ളക്കണക്കുണ്ടാക്കി, മർദ്ദിച്ചു, അപഹസിച്ചു, മകളെയും മരുമകനെയും കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ അരവിന്ദാക്ഷൻ പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ ചോദിക്കണത്. ഈ മാധ്യമങ്ങൾ ആഘോഷിച്ചു, മാധ്യമങ്ങൾ നിങ്ങളല്ലേ ആഘോഷിച്ചത്, ഞങ്ങളല്ലല്ലോ. BJP പടക്കം പൊട്ടിക്കലോ പൂത്തിരി കത്തിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. മാധ്യമങ്ങൾ ആഘോഷിച്ചു. മാധ്യമങ്ങൾ നിങ്ങൾ കൃത്യമായി ഇതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനൊക്കെ രൂപരേഖകൾ തയ്യാറാക്കിയിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും. ഞങ്ങളതിൽ കൃത്യമായിട്ട് BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന കരുവന്നൂർ വിഷയത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയപ്പെടുന്നത് ഒരു കരുവന്നൂരത്തെ ഒരു പൊതുസമൂഹത്തിൽ അവിടുത്തെ ഡെപ്പോസിറ്റർമാരടക്കം അവിടുത്തെ ആളുകളെ അടക്കം 100% പറ്റിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തിയത് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തവരെ അല്ലാതെ വേറെ ഒരാളെയും കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഈഡി കണ്ടെത്തിയ PR അരവിന്ദാക്ഷനെയും ഇപ്പോൾ പുറത്തുവിട്ടത്. സുരേഷ് ഗോപി പദയാത്ര നടത്തിയത് എന്തിനായിരുന്നെന്ന് ഒരിക്കലും അരുൺകുമാറിനെ ചോദിക്കാൻ പാടില്ല. അരുൺകുമാർ ചോദിച്ചത് തെറ്റാണ്. സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ നേതാവ് BJP പ്രതിഷേധം നടത്തുന്ന, BJP സമരം നടത്തുന്ന, BJP കൃത്യമായിട്ട് പൂർണ്ണമായി പുറത്തു കൊണ്ടുവന്ന വിഷയങ്ങളിൽ കരുവന്നൂർ ബാങ്കും അതിൻ്റെ ഭരണസമിതിയും ആ സമൂഹത്തെ കൃത്യമായി ചതിച്ച് പറ്റിച്ച് കള്ളത്തരം കാണിച്ച് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ സമരം നടത്തിയതോ അവിടെ
പ്രകടനം നടത്തുന്നതോ അതെങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അല്ലല്ല, എങ്ങനെ പറയാൻ നോക്കൂ, സാധിക്കും? ക്രൈംബ്രാഞ്ച് അത് കേസ് സ്വാഭാവികമായിട്ട് അന്വേഷിച്ച് ചെയ്യേണ്ടതല്ലേ? പ്രതികളെ അവിടുത്തെ ജയിലിലാക്കുകയും ജനങ്ങളോട് നിങ്ങൾ ബാങ്കിൽ ഒന്ന് പോയി നിന്ന് ചോദിക്കുക, പുറത്താക്കുകയും അവിടെ തട്ടിപ്പ് പ്രാദേശിക നടത്തിയിട്ടില്ല എന്ന് പാർട്ടിയിൽ നിങ്ങൾക്ക് നിന്ന് അവകാശവാദം ചെയ്തതല്ലേ? റിപ്പോർട്ടർ ചാനലിന് കരിവന്നൂർ വിഷയത്തിൽ തട്ടിപ്പ് നടന്നിട്ടില്ല എന്നൊരു അഭിപ്രായം ഉണ്ടാവും. ഇല്ല, കരിവന്നൂർ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൽ പ്രതികളെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എന്റെ വാദം. നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഇരിക്കുന്ന കരിവന്നൂർ ബാങ്കിൽ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ BJP-യുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് എന്തിനായിരുന്നു എന്ന് ചോദിക്കാനുണ്ടായിട്ടുള്ള എന്തായിരുന്നു അങ്ങക്ക് അങ്ങനെ തോന്നിയില്ല? Debate with Dr. Arun Kumar.